എല്ലാവരും ഒന്ന് സഹകരിക്കണേ പ്ലീസ്. എല്ലാവരും ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ മിറാക്കിൾ ബ്യൂട്ടിയിലെ കുഞ്ഞാറ്റ ഇച്ചായൻ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ഇച്ചായനെ ഏറി കയറ്റി ഇച്ചായൻ ചന്ദ്രനും കഴിഞ്ഞ് 2 ചന്ദ്രനും കഴിഞ്ഞ് എല്ലാ ഇതും കഴിഞ്ഞ് 7 കടലും കഴിഞ്ഞ് അതുപോലത്തെ എയറിൽ നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ഒരാൾക്ക് ഭ്രാന്ത് പിടിക്കാനോ ആത്മഹത്യ ചെയ്യാനോ അതുപോലെ വേറെ എന്തെങ്കിലും മാനസികാവസ്ഥയായി തീരാൻ നല്ല ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇച്ചായനെ നമുക്ക് വെറുതെ വിട്ടുകൂടെ? തെറ്റ് ചെയ്യാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും അതുപോലെ എല്ലായിടത്തും കാണും ഇതുപോലത്തുള്ള ചാറ്റിങ്സും അവിഹിതങ്ങളും എല്ലാം. ഇച്ചായനെ മാത്രം തിരഞ്ഞു പിടിച്ച് ഇനി അതിനകത്ത് അവരുടെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞാറ്റ ഇച്ചായനെ വിട്ടു പോകുന്നു. കുഞ്ഞാറ്റ ഓൾറെഡി കേസ് കൊടുത്ത് അവരുടെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. മിക്കു കുഞ്ഞാണെങ്കിൽ അവൻ്റെ വീട്ടിലാണ്. ഇനി ഇച്ചായനെ വെറുതെ വിടിനി. പുള്ളി വലിയ ആത്മഹത്യ ചെയ്താലും പുള്ളിയുടെ ഡിപ്രഷനിൽ പോയാൽ തീർന്നില്ലേ? അതോടെ ഒരാളുടെ ലൈഫ് തീർന്നില്ലേ? ഈ ലോകത്ത് നടക്കാത്ത സംഭവങ്ങളൊന്നുമല്ല. ഞാൻ സപ്പോർട്ട് ചെയ്യണമല്ല, ഒരിക്കലും സപ്പോർട്ടില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? ഇച്ചായൻ ഒത്തിരി അനുഭവിച്ച് ഈ ആഴ്ച ഇച്ചായൻ ചമ്മി നാണം കെട്ട് എയറിൽ ഒരു 10 എയറിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എയറിൽ തന്നെ നിൽക്കുക. 10 എയറിൻ്റെ മുകളിലാണ് പുള്ളി നിൽക്കുന്നത്. ഇനി മതി, നമുക്ക് എല്ലാവർക്കും ഇത് സ്റ്റോപ്പ് ചെയ്യാം. പുള്ളിക്ക് സംഭവിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് കാണുന്ന ഈ കാണുന്ന നിങ്ങളോടൊരു അപേക്ഷയുണ്ട് എനിക്ക്. ഇങ്ങനത്തെ ഒരു ന്യൂസ് കാണുന്ന ഒത്തിരി പേര് ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരെന്ന് വെച്ചാൽ ഒത്തിരി പേരെടുത്ത് പറയാനേ പറ്റുന്നില്ല. അതുപോലെ ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് എന്തൊക്കെയാണോ അവരവരുടെ റീച്ചിന് വേണ്ടി പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയത്തില്ല. ഓരോരുത്തരുടെയൊക്കെ ആക്ഷൻ കാണിച്ചു പറ്റിയാണ് ഇച്ചായൻ്റെ ചാറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ആക്ഷൻ രീതിയിൽ കാണിച്ചൊക്കെയാണ്. എന്തൊക്കെ ഇച്ചായനെ പറ്റി ഞാൻ സപ്പോർട്ട് ചെയ്യണമല്ല, അത് കഴിഞ്ഞ് അവരുടെ പാട്ടിന് ഒരു ഡിവോഴ്സ് ചെയ്യുന്നു, പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യട്ടെ. മതി, ഇച്ചായനെ ഏറിയെന്ന് ഇറക്കുക. ഇനി ഈ വീഡിയോ കാണുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക്, ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അതിൻ്റെ അടിയിൽ ദയവ് ചെയ്ത് കമൻ്റ് ഇടുക. ഇനി ഇച്ചായനെ വെറുതെ വിടും, ഇച്ചായൻ അനുഭവിച്ചു, മാക്സിമം നാണം കെട്ട് നാറി നിൽക്കുക. അതുകൊണ്ട് ഇനി മതി, ഇനി സ്റ്റോപ്പ് ചെയ്യുക. അദ്ദേഹം ആ പുള്ളി വലിയ ആത്മഹത്യ ചെയ്താൽ തീർന്നില്ലേ? ഒരു ജീവൻ നമ്മൾ കാരണവരും കൊണ്ട് ഒരു ജീവൻ പോകേണ്ട ഗതികേട് നമുക്ക് വരണോ? ഒരാൾക്ക് നമുക്ക് വേണോ? നമുക്കൊരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? നീ ചത്തുപോയി, മരിച്ചു കിടക്കുന്ന ഒരാളുടെ നിൽക്കാൻ ജീവൻ തരാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും പറ്റില്ല. ദൈവം പോലും അതിന് മുതിരില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസ് ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്. അത് കാണുന്നവരൊന്ന് ദയവ് ചെയ്ത് ഇനി മതിയാക്കൂ. അതുപോലെ എല്ലാ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനോടും ഒരു അപേക്ഷ, നിർത്തൂ, മതി. ഈ ചൈന ആവശ്യത്തിന് അനുഭവിച്ച് കഴിഞ്ഞു. നാണം കെട്ട് നാറി കേരളം മൊത്തം നാറി നിൽക്കുക. കേരളം മൊത്തമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കും. ഇനി മതി, സ്റ്റോപ്പ് ചെയ്യുക.